അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്ലെയിൻ്റെ ഇക്വേഷൻസ് എഴുതുന്നത് പഠിച്ചു. ഒരു പ്ലെയിൻ 3 പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന പ്ലെയിൻ്റെ ഇക്വേഷനാണ് എങ്ങനെ എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതേ പ്ലെയിനിലേക്ക് തന്നെ ഒരു പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ, നമ്മളൊരു പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് പഠിച്ചതാണ്. അതേപോലെ ഒരു പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പോയിന്റിൽ നിന്നും ഒരു പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുന്നത്. സപ്പോസ് പ്ലെയിൻ്റെ ഇക്വേഷൻ AX + BY + EZ = D എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്ലെയിൻ്റെ ഇക്വേഷനിൽ നിന്ന് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ നോർമലായി പോകുന്ന വെക്ടർ ഏതാണെന്ന് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു AI + BJ + CK, അതായത് XYZ പകരം IJK കൊടുക്കുമ്പോൾ കിട്ടുന്ന AI + BJ + CK ആണ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായി നിൽക്കുന്ന ഒരു വെക്ടർ. അങ്ങനെ പെർപെൻഡിക്കുലറായി നിൽക്കുന്ന വെക്ടറിനെയാണ് ഞാൻ N വെക്ടർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. N വെക്ടർ അതിൻ്റെ യൂണിറ്റ് വെക്ടർ, അതായത് അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടറാണ് n ക്യാപ്. അപ്പോൾ ദിസ് ഈസ് എ യൂണിറ്റ് നോർമൽ വെക്ടർ n ക്യാപ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡിസ്റ്റൻസ് = മോഡുലസ് PQ ഡോട്ട് n ക്യാപ് എന്നാണ്. PQ ഡോട്ട് ഓർമ്മയുണ്ടാവും, പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് PQ ക്രോസ് n ക്യാപ് ആയിരുന്നു. ഇവിടെ PQ ഡോട്ട് n ക്യാപ്. അപ്പം PQ ഡോട്ട് n ക്യാപ് എന്ന് പറയുമ്പോൾ PQ എന്ന് പറഞ്ഞാൽ എന്താ? P എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിൽ നിന്നാണോ വേണ്ടുന്നത്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ്. അത് നമുക്ക് തരും. പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് അവർ തരും. അങ്ങനെ തരികയാണെങ്കിൽ PQ വെക്ടർ കാണുക, PQ വെക്ടർ കാണുക ഡോട്ട് n ക്യാപ്. n ക്യാപ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നോർമൽ വെക്ടറിന്റെ മോഡുലസ്, യൂണിറ്റ് മോഡുലസ് എടുക്കുക. ആ യൂണിറ്റ് വെക്ടർ തമ്മിൽ ഡോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ പ്ലെയിൻ. ഒരു പോയിന്റിൽ നിന്ന് ഒരു പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചോളുക, PQ ഡോട്ട് n ക്യാപ് എന്നാണ് ഓർത്തോളുക. ഡിസ്റ്റൻസ് കാണുന്നതിനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 1, -2, 3 ടു ദ പ്ലെയിൻ 3x - 2y + z + 1 = 0. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലെയിൻ. 3x - 2y + z + 1 = 0. ഇതാണ് നമ്മളുടെ പ്ലെയിൻ. ഏത് പോയിന്റിൽ നിന്നാണ് വേണ്ടുന്നത്? 1, -2, 3യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ശരിക്കും P എന്ന് പറയുന്നതാണ്, P എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ OP വെക്ടർ ആണെന്ത്? P എന്ന് പറയുന്ന പോയിന്റിന്റെ വെക്ടർ ആണല്ലോ OP വെക്ടർ. 1i - 2j + 3k. ഇതാണ് എന്ത്? P പോയിന്റ് അല്ലെങ്കിൽ OP വെക്ടർ, P പോയിന്റ്. ഇനി നമ്മൾക്ക് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഒരു Q പോയിന്റ് കൂടി വേണം. Q എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പോയിന്റാ? പ്ലെയിനിൽ കിടക്കുന്ന ഒരു പോയിന്റ്. അവരിതിവിടെ തന്നിട്ടില്ല, ഏതൊരു പോയിന്റാണെന്ന് തന്നില്ല. അപ്പോൾ പ്ലെയിനിൽ കിടക്കുന്ന ഒരു പോയിന്റിനെ നമ്മൾ അങ്ങ് എടുക്കണം. നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് പോയിന്റും ഈ പ്ലെയിനിൽ കിടക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നു let x = 1, y = 2. ഞാൻ 1ഉം 2ഉം എക്സിനും വൈയും എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1ഉം 1ഉം എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 3ഉം 5ഉം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. x1 y2 ബട്ട് z എടുക്കരുത്. എക്സും y എടുക്കുക, z കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എക്സും 1ഉം y ഇതിനകത്ത് കൊടുക്കണം, ഇക്വേഷനിൽ കൊടുക്കണം. 3x - 2y + z = -1 എന്നല്ലേ? +1 അപ്പുറം പോകുമ്പോൾ ഇനി എക്സും വൈയും കൊടുക്കൂ. 3 × 1 - 2 × 2 4 + z = -1, -1 + z = -1, therefore z = 0. അപ്പം 1, 2, 0 എന്ന് പറയുന്നതാണ് Q. Q = 1, 2, 0. മനസ്സിലാവുന്നുണ്ടല്ലോ? Q എന്ന് പറയുന്ന പോയിന്റ് ആ പ്ലെയിനിൽ വരുന്ന ഏത് പോയിന്റും ആകാം. പ്ലെയിൻ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന സാധനമാണ്. അതിനകത്ത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ XYZകളും ആ പ്ലെയിനിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എക്സും വൈ എടുത്ത് Z കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പോയിന്റ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. Q കിട്ടി. ഇനി നമ്മൾക്ക് എന്ത് കാണണം? PQ വെക്ടർ കാണണം. PQ വെക്ടർ = അറിയാമല്ലോ, OQ - OP അല്ലെങ്കിൽ Q - P എന്നാണ്. Q - P എന്ന് പറയുമ്പോൾ 1 - 1 0i + 2 - 2 is 4j + 0 - 3 -3k. That is equal to 4j - 3k എന്നുള്ളതാണ് നമ്മളുടെ PQ വെക്ടർ. PQ വെക്ടർ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് നമുക്കറിയാവുന്നതാണ് PQ കഴിഞ്ഞ് ഡോട്ട് n ക്യാപ് അല്ലേ? അതിനുവേണ്ടി n വെക്ടർ എഴുതണം. n വെക്ടർ = n വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ പ്ലെയിൻ്റെ ഇക്വേഷൻ. അതിനകത്ത് n വെക്ടർ എങ്ങനെ കിട്ടും? XYZന് പകരം IJK കൊടുത്താൽ മതി. 3i - 2j + k, അതാണ് n വെക്ടർ. therefore n ക്യാപ് എന്താ വരിക? 3i - 2j + k divided by √3² + 2² + 1². 3² is 9 + 4 13 + 1 √14. ഇതാണ് എന്ത്? n ക്യാപ്. അപ്പം PQ കിട്ടി, n ക്യാപ് കിട്ടി. therefore distance D =
പി ക്യൂ മോഡുലസ് പി ക്യൂ ഡോട്ട് എൻ ക്യാപ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്യൂവും എൻ ക്യാപ്പ് കൂടെ ഡോട്ട് ചെയ്യുക. പി ക്യൂ എന്ന് പറഞ്ഞാൽ 4j മൈനസ് 3k ഡോട്ട് എൻ ക്യാപ്പ് എന്താണ്? എൻ ക്യാപ്പ് നമുക്കറിയാം, എൻ ക്യാപ്പ് ഈക്വൽ ടു 3i മൈനസ് 2j പ്ലസ് k ബൈ റൂട്ട് 14 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോട്ട് ചെയ്യുമ്പോൾ ഐകൾ തമ്മിൽ ഡോട്ട് ചെയ്യാനില്ല, ഇവിടെ i 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു 3 0 പ്ലസ് 4 ഇൻറ്റു മൈനസ് 2 മൈനസ് 8 പ്ലസ് മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3 ബൈ റൂട്ട് 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ബൈ root 14. This is the distance. 11 by root 14 is the distance of this point from the plane. ഇതാണ് 11 by root 14 ആണ്. ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ് ചെയ്യാൻ, വളരെ എളുപ്പമാണ്. മനസ്സിലാക്കുക, പി ഉണ്ട്, ക്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു, എക്സിന് വൈക്കും വില കൊടുത്ത് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇസഡ് കണ്ടുപിടിക്കണം, പോയിന്റ് കിട്ടി, ദെൻ പി ക്യൂ വെച്ച് പി ക്യൂ വെക്ടർ കാണുന്നു, പ്ലെയിൻ്റെ ഇക്വേഷനിൽ നിന്ന് എൻ വെക്ടർ എഴുതുന്നു, എൻ ഗ്യാപ്പ് കാണുന്നു, പി ക്യൂ എന്നും കൂടി സാധാ പോലെ ഡോട്ട് ചെയ്യുന്നു. ഡോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 11 by root 14 ആണ് എന്ത് പോയിന്റ് നിന്നുള്ള ഡിസ്റ്റൻസ്. ശ്രദ്ധിച്ചോളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം -2 4 5 ടു ദ പ്ലെയിൻ 2x പ്ലസ് 6y മൈനസ് 3z ഈക്വൽ ടു 10. 2x പ്ലസ് 3y പ്ലസ് 2x പ്ലസ് 6y മൈനസ് 3z ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് ക്യൂ പോയിന്റ് കണ്ടുപിടിക്കണം. അറിയാമല്ലോ, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രം ഇത് പി ആണ്, ഈ ക്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ പി പോയിന്റ് ഉണ്ട്, പി എന്ന് പറഞ്ഞാൽ -2 4 5 ആണ്. ക്യൂ പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എക്സിനും വൈക്കും ഓരോ വില നമുക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിനും വൈക്കും വില കൊടുത്തിട്ട് നിങ്ങൾ ഇസഡ് കാണുമ്പോൾ ഇസഡ് ഫ്രാക്ഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രാക്ഷൻ വന്നാൽ നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, ബട്ട് കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും എന്നുള്ളത് കൊണ്ട് ഫ്രാക്ഷൻ വരാത്ത രീതിയിലുള്ള എക്സ് വൈ വിലകളെ വേണം കൊടുക്കാൻ. സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ എക്സിന് വൈക്കും 1 1 കൊടുത്തെന്ന് വെക്കുക. 1 1 കൊടുത്താൽ എന്താ സംഭവിക്കുക? എക്സിന് 1 വൈക്ക് 1 കൊടുത്താൽ 2 + 6 8. 8 അപ്പുറം പോകുമ്പോൾ 10 - 8 2 ബൈ -3 ഫ്രാക്ഷൻ ആയി പോകും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ എന്താ, ഞാൻ എക്സിന് 0യും വൈക്ക് 1 കൊടുത്തു. എക്സിന് 0 വൈക്ക് 1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 0 + 6 - 3z ഈക്വൽ ടു 10. അപ്പോഴും എന്ത് സംഭവിക്കും? 6 അപ്പുറം പോകുമ്പോൾ 10 - 6 4/3 ആയി പോകും. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഓരോ വിലയും നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം എന്ന് നോക്കണം. ഇനി 1 2 കൊടുക്കാം. 1 2 കൊടുത്താൽ എന്ത് സംഭവിക്കുക? എക്സിന് 1 2 പ്ലസ് വൈക്ക് 2 + 12 14 അപ്പുറം പോകുമ്പോൾ 10 - 14 4 ആയി പോകും. എക്സിന് 2 വൈക്ക് 1 കൊടുത്താലോ 2 × 2 4 + 1 6 × 1 അപ്പോൾ 4 + 6 10 10 - 10 0. അപ്പോൾ ഇസഡ് 0 കിട്ടും. അതാണ് എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം. കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസഡിന് ഫ്രാക്ഷൻ വന്നാലും കുഴപ്പമില്ല, ബട്ട് ഫ്രാക്ഷൻ വരാതിരുന്നാൽ നല്ലത്, കാൽക്കുലേഷൻ എളുപ്പം. Therefore 4 + 6 - 3z ഈക്വൽ ടു 10. Therefore 10 പോകുന്നു, -3z ഈക്വൽ ടു 0, z ഈക്വൽ ടു 0. Therefore ക്യൂ പോയിന്റ് നമ്മൾക്ക് കിട്ടുന്നു 2 1 0. അപ്പോൾ പി ക്യൂ വെക്ടർ എന്താ വരിക? ക്യൂ മൈനസ് പി അല്ലേ? 2 - -2 ഈസ് 4i പ്ലസ് 1 - 4 ഈസ് -3j പ്ലസ് 0 - 5 ഈസ് -5k. ദിസ് ഈസ് പി ക്യൂ വെക്ടർ. നൗ എൻ വെക്ടർ നമുക്ക് എഴുതാം. എൻ വെക്ടർ ഈക്വൽ ടു പ്ലെയിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, 2x + 6i - 3j എന്നല്ലേ? അപ്പോൾ 2i + 6j - 3k ഇതാണ് നമ്മളുടെ എൻ വെക്ടർ. Therefore n cap ഈക്വൽ ടു 2i + 6j - 3k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 + 2 സ്ക്വയർ 4 + 36 40 + 3 9 49 റൂട്ട് 49 ഈക്വൽ ടു 2i + 6j - 3k ബൈ 7. അതാണ് എൻ ക്യാപ്. Therefore നമുക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് d ഈക്വൽ ടു മോഡുലസ് പി ക്യൂ ഡോട്ട് എൻ ക്യാപ് ഈക്വൽ ടു പി ക്യൂ എന്ന് പറയുമ്പോൾ 4i - 3j - 5k 4i - 3j - 5k ഡോട്ട് 2i + 6j - 3k 2i + 6j - 3k ബൈ 7. ഇങ്ങനെയാണ് പി ക്യൂ ഡോട്ട് എൻ ക്യാപ്പ് കിട്ടുക. നമ്മൾ ഡോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മോഡുലസ് ക്ലോസ് ചെയ്യുന്നു. ഡോട്ട് ചെയ്യുമ്പോൾ 4 × 2 8 -3 × 6 -18 -5 × -3 + 15 ബൈ 7. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഉണ്ട്. Therefore 8 -10 + 15 it's 5/7 units. So distance is 5/7 units. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക. അടുത്തത് പ്ലെയിനും സ്ട്രെയിറ്റ് ലൈനുമായി ഒക്കെ ബന്ധപ്പെട്ട ജനറലായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്.
ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻ. രണ്ട് പ്ലെയിനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഡയറക്ഷൻ പറയണം. അതുപോലെ ആ ആംഗിൾ, ആ പ്ലെയിൻ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ഇതാണ് ഫസ്റ്റ് പ്ലെയിൻ എന്ന് വെക്കുക. ഫസ്റ്റ് പ്ലെയിൻ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എക്സ് മൈനസ് 2y പ്ലസ് 3z = 4 എന്നുള്ളതാണ്. നൗ സെക്കൻഡ് പ്ലെയിൻ ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോവുകയാണ്. ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ വരും, ഏകദേശം ഇങ്ങോട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്ത് കിടക്കുക. അപ്പോൾ ഇങ്ങനെ പ്ലെയിനുകൾ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവുകയാണ്. രണ്ട് പ്ലെയിനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നു. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x + y - z = 5 എന്നുള്ളതാണ്. രണ്ട് പ്ലെയിനുകളുണ്ട്. ഈ രണ്ട് പ്ലെയിനുകൾ നമുക്കറിയാം, ഈ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ പുസ്തക പീഠം വെക്കുന്നത് പോലെ ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പ്ലെയിനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു ലൈനാണ് ഉണ്ടാവുക. ഇതാണ് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ. കണ്ടല്ലോ, രണ്ട് പേപ്പറുകൾ നിങ്ങൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതിനിടയ്ക്ക് കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഉണ്ടാകുക. രണ്ട് പേപ്പറുകൾ ചേർത്ത് വെച്ചാൽ ഇതിൻ്റെ നടുക്കൂടി എൻ്റെ രണ്ട് കൈകൾ ഇരിക്കുന്നത് പോലെ അതിൻ്റെ നടുക്കുള്ള ലൈനാണ് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ. ഇതിൻ്റെ ഡയറക്ഷനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന് പാരലായിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കുക. കാരണം ഈ ഒരു വെക്ടറിനും ഇതിന് പാരലായിട്ട് ഏതൊരു വെക്ടർ ആണെങ്കിലും ഒരേ ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. പാരൽ വെക്ടറിന് സെയിം ഡയറക്ഷൻ ആണല്ലോ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതാണ് പ്ലെയിൻ, നമ്മുടെ പ്ലെയിൻ ആണ് 2x x - 2y + 3z എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന വെക്ടറാണ് I - 2j + 3k. ശരിയാണല്ലോ, ഇതിന് പെർപെൻഡിക്കുലറായിട്ടാണ് ആ വെക്ടർ പോവുക, ഈ പ്ലെയിന്. അതേപോലെ അത് പെർപെൻഡിക്കുലറായിട്ട് പോകുന്നു. അതേപോലെ ഈ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന വെക്ടറാണ് 2i + j - k എന്ന് പറയുന്ന വെക്ടർ. 2i അതെല്ലാം ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. 2i + j - k. അപ്പം ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ വെക്ടർ നമുക്കറിയാം, ഇതും പെർപെൻഡിക്കുലറായ വെക്ടർ നമുക്കറിയാം. അപ്പം നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാ നോക്കൂ, ഈ രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലറാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടറുകൾ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലറായി വരുന്നൊരു വെക്ടർ, ഈ രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലറായി വരുന്നൊരു വെക്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്കായിരിക്കുമല്ലോ അത് പോവുക. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ട് വരുന്നത്, ഇത് രണ്ടിനും പെർപെൻഡിക്കുലറാണ്. ഈ രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ഒരു വെക്ടർ, ആ വെക്ടറും ഈ വെക്ടറും തമ്മിൽ എന്തായിരിക്കും? പരസ്പരം പാരലായിരിക്കില്ലേ? പറയുന്നത് മനസ്സിലാവുന്നല്ലോ, പരസ്പരം പാരലായിരിക്കില്ലേ? കാരണം നിങ്ങൾ ഇത് പെർപെൻഡിക്കുലർ ആണ്, കണ്ടില്ലേ? ഇത് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവിടെയാണ് നോക്കുക, ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഇവിടെ. ഇതേ പ്ലെയിൻ എടുത്ത് ഇവിടെ വെച്ചു, ഇത് ഇങ്ങനെ ഇരിക്കുന്ന പ്ലെയിനാണ്, അതിൻ്റെ പെർപെൻഡിക്കുലർ എടുത്ത് ഇവിടെ വെച്ചു. കാരണം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് പാരലായി മാറും. ഈ പ്ലെയിൻ, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ വെക്ടറാണിത്. ഇതേ പ്ലെയിൻ്റെ തന്നെ ഒരു പാരൽ പ്ലെയിൻ നിങ്ങൾ ഇവിടെ സങ്കല്പിക്കുക. ഇത് തന്നെയാണ് ഇവിടെ പാരലായിട്ടിരിക്കുന്നത്. അതേപോലെ വേറൊരു പ്ലെയിൻ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള വെക്ടർ ഉണ്ട്. ദാണ്ടേ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നതാണല്ലോ ഇവിടെ ഇതിനെ എടുത്ത് പാരലായിട്ട് ഇങ്ങോട്ട് വെച്ചു. അപ്പം ഇതിന് പാരലായിട്ട് ഇവിടെ, ഇതിന് പാരലായിട്ട് ഇവിടെ. അപ്പം ഇവിടെ ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന അതേ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ തന്നെയായിരിക്കുമല്ലോ ഇവിടെയും വരുന്നത്. കാരണം ഇതിന് കറക്റ്റ് ഈ രണ്ട് പ്ലെയിനുകൾക്ക് പാരൽ തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. അപ്പം രണ്ട് ഡയറക്ഷൻ ഒരേ രീതിയിൽ പാരലായിരിക്കും, ഒരേ ഡയറക്ഷൻ ആയിരിക്കും രണ്ടും. അപ്പോൾ ശരിക്കും ഇതേ ഡയറക്ഷൻ തന്നെയാണ് ഏതിനും വരിക, ഈ രണ്ട് നോർമലുകൾക്ക് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന വെക്ടറിനും വരിക. ഈ രണ്ട് നോർമലുകൾക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് പോകുന്ന വെക്ടറും ഇതും ഒരേ ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് പ്ലെയിനുകളുടെ ഡയറക്ഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്ഷൻ ഓഫ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവയുടെ നോർമലുകളുടെ പെർപെൻഡിക്കുലർ വെക്ടർ കാണുക എന്നുള്ളതാണ്. അവയുടെ നോർമലുകളുടെ പെർപെൻഡിക്കുലർ വെക്ടർ കാണുക. കാരണം ആ പെർപെൻഡിക്കുലർ, ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായ വെക്ടർ ഇങ്ങോട്ടാണ് വരിക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പോവുക പെർപെൻഡിക്കുലറായിട്ട്. അത് തന്നെയായിരിക്കും ഇവിടുത്തെയും ഡയറക്ഷൻ വരിക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഈ രണ്ട് പ്ലെയിനുകൾ തന്നിട്ട് അവർ തമ്മിലുള്ള ഡയറക്ഷൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നോർമൽ വെക്ടറുകളുടെ പെർപെൻഡിക്കുലർ വെക്ടർ കാണുക എന്ന് പറഞ്ഞാൽ അവയുടെ നോർമൽ വെക്ടറുകൾ തമ്മിൽ ക്രോസ് ചെയ്യുക. അവയുടെ രണ്ട് നോർമൽ വെക്ടറുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അവയുടെ കാരണം ഇവിടെ പറയാൻ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണിത്. ഈ നോർമൽ വെക്ടർ ഇതിന് പെർപെൻഡിക്കുലർ ആണല്ലേ. ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ
ഈ പ്ലെയിനകത്തും ആ പ്ലെയിനകത്തും കിടക്കുന്നതാണ്. അപ്പം ഈ പെർപെൻഡിക്കുലർ വെക്ടർ ഇതിന് ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പെർപെൻഡിക്കുലർ ആണ്, ഈ നോർമൽ വെക്ടറും ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആണിത്. നമ്മളിവിടെ എടുക്കുന്ന ക്രോസ് വെക്ടറും ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവ തമ്മിൽ എന്തായിരിക്കും? ഉറപ്പായിട്ടും പാരലൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ, direction of the line of intersection, direction of the line of intersection is എന്താണ്? n1 cross n2, n1 cross n2. n1 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈക്വൽ ടു ഡിറ്റർമിനന്റ് I J K. n1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെക്ടർ 1 minus 2 3, 1 minus 2 3. n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വെക്ടർ 2 1 minus 1. ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് കാണുമ്പോൾ കിട്ടുന്ന വെക്ടർ ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? I ഇൻറ്റു 2 minus 3 minus 1 minus j ഇൻറ്റു minus 1 minus 6, it's minus 7 plus k ഇൻറ്റു 1 minus minus 4, it's 5. That is equal to minus I plus 7j plus 5k. This is the direction എന്ന് വെച്ചാൽ വെക്ടർ കാണാനാണ്. ഇതാണ് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ്റെ എന്തായിട്ട് വരിക? ഡയറക്ഷൻ ആയിട്ട് വരിക. അപ്പം ഒരു രണ്ട് പ്ലെയിൻ തന്നിട്ട് അവരുടെ ഡയറക്ഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നോർമൽ വെക്ടറുകളുടെ എന്തെടുക്കുക? ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഫസ്റ്റ് നോർമൽ n1 എടുത്തെഴുതിക്കോണം. n1 ഈക്വൽ ടു I minus 2j plus 3k and n2 വെക്ടർ ഈക്വൽ ടു 2i plus j minus k. ഇതാണ് n1 n2. അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന ഡയറക്ഷനിലായിരിക്കും ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ പോവുക. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്. ഈ രണ്ട് പ്ലെയിനിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കൂ, രണ്ട് പ്ലെയിൻസ് ഞാൻ നേരത്തെ വരച്ച പോലെ വരച്ചു. ഇവർക്ക് തമ്മിൽ ഇടയ്ക്കുള്ള ആംഗിൾ, ഇവർ രണ്ടും കൂടെ ഇവിടെ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ട് പ്ലെയിൻ ഇടയ്ക്കുള്ള ആംഗിൾ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു നോർമൽ അങ്ങോട്ട് വരച്ചു, ഒരു നോർമൽ ഇങ്ങോട്ട് വരച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലെയിന് പാരലായിട്ട് ഇവിടെ ഒരു പ്ലെയിൻ വെച്ചു, ഈ പ്ലെയിന് പാരലായിട്ട് ഇവിടെ ഒരു പ്ലെയിൻ വെച്ചാൽ ആ രണ്ട് പ്ലെയിൻ ഇടയ്ക്ക് ആംഗിളാണിത്. അത് തന്നെയായിരിക്കും ഇതിനിടയ്ക്കുള്ള ആംഗിൾ, കാരണം പാരലാണല്ലോ. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും സെയിം ആയിരിക്കും. അപ്പോൾ രണ്ട് പ്ലെയിനിനിടയ്ക്കുള്ള ആംഗിൾ കാണാൻ പറഞ്ഞാൽ ശരിക്കും ഏതിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടാൽ മതി? അവയുടെ നോർമൽസിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടാൽ മതി. അപ്പോൾ നോർമൽസിനിടയ്ക്കുള്ള ആംഗിൾ എങ്ങനെ കാണുക? cos θ ഈക്വൽ ടു n1 ഡോട്ട് n2 ബൈ മോഡുലസ് n1 ഇൻറ്റു മോഡുലസ് n2. മോഡുലസ് n1 ഇൻറ്റു ടോട്ടലി മോഡുലസ് പോസിറ്റീവ് ആംഗിളാണ് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു n1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ എഴുതിയതാണ് I മൈനസ് 2j പ്ലസ് 3k dot 2i plus j minus k by root of 1 square plus 4, 5 plus 9, root 14 into 4 plus 1, 5 plus 1, 6. That is equal to 1 into 2, it's 2, minus 2, minus 3, divided by root 14 into 6 is root 64. Root 64. Sorry, root 84. 64 alla, root 84. That is equal to 3 by root 84. Therefore, theta equal to cos inverse 3 by root 84. This is the angle between these two planes. ശ്രദ്ധിച്ചോളുക. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ്. രണ്ടെണ്ണം. അതുപോലെ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്ലെയിൻ്റെ ഇക്വേഷൻ മാറ്റം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഡയറക്ഷൻ ഓഫ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഡയറക്ഷൻ ഓഫ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് n1ൻ്റെയും n2ൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ n1 വെക്ടർ ഈക്വൽ ടു 2i പ്ലസ് 6j മൈനസ് 3k. അറിയാമല്ലോ, ഫസ്റ്റ് ഇക്വേഷനിൽ XYZ പകരം IJK കൊടുക്കുന്നത്. n2 വെക്ടർ ഈക്വൽ ടു 5i പ്ലസ് 2j മൈനസ് k. Therefore, direction of the line of intersection is എന്തെന്നാ വരിക? n1 ക്രോസ് n2. പറഞ്ഞതാണ്, അറിയാമല്ലോ. ഇതാണ് ഇൻ്റർസെക്ഷൻ ഡയറക്ഷൻ. ഈ നോർമൽ ഇയാൾക്ക് പെർപെൻഡിക്കുലർ ആണ്, ഈ നോർമൽ ഇയാൾക്കും പെർപെൻഡിക്കുലർ ആണ്. സ്വാഭാവികമായിട്ട് ഇവിടെ എടുക്കുന്ന പെർപെൻഡിക്കുലറും ഇതും പാരലായിരിക്കും. കാരണം ഇതും ഇവർക്ക് രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ആണ്, ഇയാളും ഇവർക്ക് രണ്ടുപേർക്ക് പെർപെൻഡിക്കുലർ ആണ്. സോ ദേ ആർ പാരലൽ. അവ പാരലായിരിക്കും. അപ്പം n1 ക്രോസ് n2 ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് I J K 2 6 minus 3 and 5 2 minus 1. That is equal to I into minus 6 plus 6. Minus 6 plus 6, it's 0. Minus j into minus 2
plus 15, so it's 13 plus k into 4 minus 20, it's minus 16. Therefore, minus 13j minus 16k. This is the direction of their line of intersection. Direction of their line of intersection. ഇനി ഒന്നുകൂടി കാണാനുണ്ട്, ആംഗിൾ കാണാനുണ്ട്, നോക്കാം. അടുത്തത് ആംഗിൾ കാണാൻ ചോദിച്ചിരിക്കുന്നു. therefore cos theta equal to ആംഗിൾ between n1 and n2 ആണെന്ന് അറിയാമല്ലോ. therefore n1 dot n2 by modulus n1 into n2. മൊത്തത്തിൽ പോസിറ്റീവ് ആംഗിൾ ആണ്. therefore n1 dot n2 എന്ന് പറയുമ്പോൾ 2i plus 6j minus 5k dot minus 3k dot 5i plus 2j minus k divided by root of 4 plus 36, it's 40 plus root 49 into root 25 plus 4, 29 plus 1 root 30. That is equal to 2 into 5 is 10 plus 6 into plus 2 it's plus 12 minus 3 into minus 3 it's plus 3 by 7 root 30. Therefore 22 by 25 by 7 root 30. This is the cos theta. Therefore theta equal to cos inverse 25 by 7 root 30. 7 root 30. വേണമെങ്കിൽ ആംഗിൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഡിഗ്രി മോഡ് ആക്കിയ ശേഷം നിങ്ങൾ കോസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ എത്ര ഡിഗ്രി എന്ന് കിട്ടും. ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെയാണ് ചെയ്യുന്നത്.